അപ്പൊ നമ്മ കണ്ട പറിച്ചപ്പോ കൊമ്പേപ്പാട് തന്നെയാണ് പറിച്ചെടുത്തത്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ട, അപ്പൊ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ഒരു പുളി കലർന്ന മധുരം, ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ കൊളസ്ട്രോൾ, പ്രഷർ, ഷുഗർ എന്നിവയൊക്കെ നിയന്ത്രിച്ച് നിർത്താനൊക്കെ ഉള്ള കഴിവുള്ള ഫ്രൂട്ടാണ്. എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കണ എന്റെ ലിപ്പോട്ട മരത്തിന്റെ അടുത്താണ്. അപ്പൊ 4 വർഷം മുമ്പാണ് ലിപ്പോട്ട മരം നട്ടത്. ചെറിയൊരു തയ്യാണിട്ട നട്ടപ്പ. എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം ലിപ്പോട്ട മരം എന്തോരം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് 2 വർഷം കഴിഞ്ഞപ്പോ തുടങ്ങി കായ ഉണ്ടാവാൻ തുടങ്ങി. ഇപ്പൊ ഈ വർഷവും ഇതുമല്ല നിറച്ച് ഫ്രൂട്ടാണ്. കണ്ട, ഒരു 2 മാസത്തോളമായി ഇങ്ങനെ ഫ്രൂട്ട് ഉണ്ടാവാൻ തുടങ്ങിയിട്ട് ഇഷ്ടം പോലെ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. നിറച്ച് തണ്ടിലൊക്കെ നിറച്ച് മുന്തിരിക്കൊലകൾ പോലെ ഫ്രൂട്ടാണ്. ചെറിയൊരു മുന്തിരിയുടെ വലിപ്പമുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ്. ഒരു പുളി കലർന്ന മധുരമൊക്കെയാണ് ഈ ലിപ്പോട്ടയുടെ ഫ്രൂട്ടിന്. അപ്പൊ ഇതിന്റെ ഇലകളൊക്കെ കണ്ടില്ലേ, ഈ മതി ഇതേപോലെ തന്നെ ഇരിക്കണം. ഇലകളൊക്കെ നല്ല വലിപ്പമുള്ള ഇലകളാണ്. കണ്ട, നല്ല വീതിയുള്ള വലിപ്പമുള്ള ഇലകളാണ്. നമ്മുടെ മുറ്റത്തൊരു തണൽ വൃക്ഷമൊക്കെ ആയിട്ട് നടാൻ പറ്റിയ ഒരു ഫ്രൂട്ട് തന്നെയാണ്. ഒരുപാട് കിളികൾ വരോട്ടാ. നമ്മ ഈ വീട്ടുമുറ്റത്ത് ഈ മരം ഉണ്ടെങ്കിൽ പല സൈസിലുള്ള കിളികൾ വരും ഈ ഫ്രൂട്ട് കഴിക്കാനായിട്ട്. അപ്പൊ നമുക്ക് വലിയൊരു പരിചരണം ഒന്നും വേണ്ടാത്ത ഒരു ഫ്രൂട്ടാണ് ഈ ലിപ്പോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. നമ്മ ഇതിന് യാതൊരു പരിചരണവും കൊടുക്കാറില്ല കേട്ടാ. നമ്മ വേനൽക്കാലത്ത് മറ്റുള്ളത് നനക്കുന്നു മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് വളമിടല ഒന്നും ഇടൂല. കുറച്ച് ചാരമൊക്കെ ഇട്ട് കൊടുക്കും, അത്ര മാത്രമേ ഉള്ളൂ. എന്നാലും ഇതെല്ലാ വർഷവും ടൈമിന് ഇതില് ഫ്രൂട്ട് ഉണ്ടാകാറുണ്ട്. അപ്പൊ നമുക്ക് ലിപ്പോട്ട ഒന്ന് വിളവെടുക്കാം. അപ്പൊ തോട്ടി വെച്ച് പറിക്കണം, പൊക്കത്താണല്ലോ കിടക്കണത്. നമുക്കിതൊന്ന് പറിക്കാം. കണ്ട, അപ്പൊ നമ്മ കണ്ട പറിച്ചപ്പോ കൊമ്പേപ്പാട് തന്നെയാണ് പറിച്ചെടുത്തത്. നിങ്ങൾ ഈ ഫ്രൂട്ട് കാണിക്കാനാണ്. കണ്ട, അപ്പൊ നമ്മ ഈ ഫ്രൂട്ട് ഉണ്ടാവുമ്പോ തന്നെ കണ്ടില്ലേ, ഇതേപോലെ വെള്ള കളറായിരിക്കുള്ളൂ കേട്ടാ. പിന്നെ ഒരു പിങ്ക് കളർ വരും, പിന്നെ കണ്ട നല്ല മെറൂൺ കളർ വരും, പിന്നെ നല്ല ബ്ലാക്ക് കളർ മുന്തിരിയുടെ കളർ വരും. അങ്ങനെ പല സ്റ്റേജിലാണ് ഈ ഫ്രൂട്ടിൻ്റെ ഇത്. പിന്നെ കണ്ട, ഇതിൻ്റെ ഇലകളൊക്കെയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ തണ്ടുകളൊക്കെയാണ് കണ്ട. തണ്ടുകളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടാ. ഇതേപോലെ കണ്ട നല്ല മുന്തിരിക്കൊല പോലെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഓരോ കൊലകളിൽ ഇഷ്ടം പോലെ ഈ തണ്ട് നിറച്ചായിരുന്നു. ഇതൊക്കെ ഇതിൻ്റെ ചോട് മുഴുവൻ കിടക്കണേണ്. കണ്ട, പിന്നെ നമുക്ക് കുറച്ചൊക്കെ പറിച്ചേക്കണ കണ്ടില്ല. അപ്പൊ ഇതേപോലെയാണ് ഇത് കായ്ക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതേപോലെ കായ്ക്കും. ഫ്ലവറും കാണാൻ നല്ല ഭംഗിയാണ്. അപ്പൊ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ കണ്ട, നല്ലൊരു മുന്തിരിയുടെ ഒക്കെ പോലെ തന്നെയാണ് ഇരിക്കണത്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ട, ഇതേപോലെയാണ്. ഉൾവശം ഒരു കുരു ഉണ്ട്, പക്ഷെ ആ കുരു നമുക്ക് കഴിക്കാം. അപ്പൊ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ഒരു പുളി കലർന്ന മധുരം, അതേപോലത്തെ മധുരമാണ്. വലിയതായിട്ടുള്ള പുളിയൊന്നുമില്ല. കണ്ട, ഇതാണ് ഇതിന്റെ കുരു. ഈ കുരു ഭാഗ്യം മുളപ്പിച്ച് നമുക്ക് തൈ നടാം. അപ്പം വലിയതായിട്ടുള്ള പുളിയല്ല, ഒരു മധുരം നമുക്ക് തിന്നാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പുളി മധുരം കൂടിയാണ്. നമുക്ക് ഇതേപോലെ കഴിക്കാം. പഴുത്ത് കഴിഞ്ഞാൽ പച്ചക്ക് നല്ല പുളിയായിരിക്കുള്ളൂ കേട്ടോ ഇതിന്. ഇപ്പം ഈ സ്റ്റേജിലൊക്കെ പുളിയായിരിക്കുള്ളൂ. പഴുത്ത് കഴിഞ്ഞാലാണ് പുളി കലർന്ന മധുരം. അപ്പം നമുക്ക് വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണിത്. സ്ഥലമുള്ളവർക്കൊക്കെ നമുക്ക് ഇതേപോലെ ഒരു തണൽ വൃക്ഷമൊക്കെ ആയിട്ട് വെച്ച് പിടിപ്പിക്കാം. പിന്നെ കിളികളെ ഞാൻ പറഞ്ഞില്ല, കിളികളൊക്കെ ഒരുപാട് കിളികൾ നമ്മുടെ വീട്ടുമുറ്റത്ത് വരും ഈ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ. അപ്പൊ ലിപ്പോട്ട ഫ്രൂട്ടില്ല, പഴുത്ത് കഴിഞ്ഞാൽ ഫുള്ള് മരത്തിന്റെ അടിയിൽ വീണ് കിടക്കും കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങനെ തോട്ടി വെച്ച് കണ്ട, ഇങ്ങനെ മുട്ടിയാല് ഇതെല്ലാം നിലത്തേക്ക് വീഴും. കണ്ട, കണ്ട, ഇതേപോലെ നിറച്ച് നമുക്ക് ഇതേപോലെ പറിച്ചെടുക്കുക. താഴേക്ക് എല്ലാം വീഴും ഇതേപോലെ. കണ്ട, അപ്പൊ നമുക്ക് കമ്പ് മുറിച്ചെന്ന് വിചാരിച്ചു കുഴപ്പമില്ല, പ്രൂൺ ചെയ്യണേന് തുല്യമാണ്. കാരണം അടുത്ത വർഷം കൂടുതൽ ശാഖകൾ ഉണ്ടായിട്ട് കൂടുതൽ ഫ്രൂട്ട് ഉണ്ടാകും. പിന്നെ നമുക്ക് കുറച്ച് പച്ചയൊക്കെ അതിൽ കൂടെ പോരും. ഇത് ഒന്നിച്ചല്ല പഴുക്കണത്, പല പല സ്റ്റേജിലാണ് പഴുക്കണതൊക്കെ. അപ്പൊ കണ്ട, പച്ചയും പഴുത്തതൊക്കെ കൂടെ ഉണ്ട്. പിന്നെ നമുക്കിത് പഴുത്ത് കഴിഞ്ഞാല് ഇങ്ങനെ വീണ് താഴെ മരത്തിന്റെ ചോട്ടി കിടക്കും. അപ്പൊ നമുക്ക് വല്ല ഷീറ്റൊക്കെ വിരിച്ചിടണമെങ്കിൽ നമുക്ക് പെറുക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ്. എല്ലാ ദിവസവും വന്ന് പെറുക്കിയെടുത്താൽ മതി. അപ്പൊ അങ്ങനെ ഫ്രൂട്ട് പറിക്കാനൊന്നും വലിയ പ്രയാസമൊന്നുമില്ല. ഈ മരം എന്ന് പറഞ്ഞാൽ തൊട്ടാലപ്പ തന്നെ ഒടിയണ മരവുമാണ്, വലിയ ബലമുള്ള മരമൊന്നുമല്ല ലിപ്പോട്ടയുടേത്. പിന്നെ ഇതിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ കൊളസ്ട്രോൾ, പ്രഷർ, ഷുഗർ എന്നിവയൊക്കെ നിയന്ത്രിച്ച് നിർത്താനൊക്കെ ഉള്ള കഴിവുള്ള ഫ്രൂട്ടാണ് ഈ ലിപ്പോട്ട. അപ്പൊ സ്ഥലമുള്ളവർക്കൊക്കെ എന്തായാലും ഈ ഫ്രൂട്ട് ഒരെണ്ണം നടണം, നല്ലതാണ്. പിന്നെ
നമുക്ക് പരിചരണങ്ങൾ ഒട്ടും തന്നെ വേണ്ടാത്ത ഫ്രൂട്ടാണ്. പിന്നെ ഒരു ഞാവൽപ്പഴമൊക്കെ അതിന്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് ഇത്. കുറച്ച് ചെറുതാണെന്ന് മാത്രമേ ഉള്ളൂ, എന്നാലും ഇതിൽ പല വലിപ്പത്തിലുള്ള ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടാ. ഒരുവിധം നല്ല ഒരു മുന്തിരിയുടെ വലിപ്പമൊക്കെ ഉള്ള ഫ്രൂട്ടും ഉണ്ടാവും, ചെറുതും ഉണ്ടാവും. ആദ്യം ഉണ്ടായതൊക്കെ നല്ല വലിയ ഫ്രൂട്ടുകളായിരുന്നു. ഇപ്പൊ ഇത് കുറെ ഞാൻ പറഞ്ഞില്ല 2 മാസം ഈ ഫ്രൂട്ട് ഉണ്ടാവാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഈ സീസണിലാണ്, ഈ മഴക്കാലത്താണ്, ജൂണ് ജൂലൈ അതേപോലെ തന്നെ മെയ് ജൂൺ ജൂലൈയിലാണ് ഈ ഫ്രൂട്ട് അധികമായിട്ട് ഇങ്ങനെ നമുക്ക് പഴുത്ത് കിട്ടണത്. അപ്പം നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു തണൽ വൃക്ഷമൊക്കെ ആയിട്ട് നടാനും പറ്റും. നല്ലൊരു തണല് തന്നെ ഒരു മരം തന്നെയാണ് ഈ ലിപ്പോട്ടെ. അപ്പൊ സ്ഥലമുള്ളവരൊക്കെ ഈ ഫ്രൂട്ട് ഒരെണ്ണം മേടിച്ച് നട്ടോ. നമുക്ക് ഇഷ്ടം പോലെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മരത്തുമ്പോ തന്നെ ഒരുപാട് കായ്ച്ചിട്ടതാണ്. നമുക്ക് വേറെ ഫ്രൂട്ടും കണ്ട ഇതൊന്നും കണ്ടില്ലേ, ഇതൊക്കെന്ന് പറഞ്ഞാൽ ഇതുമെന്ന് ഒരുപാട് പൊഴിഞ്ഞു വീണിട്ടുള്ളതാണ് പഴുത്തിട്ട്. ഇതേപോലെ നിറച്ച് കായ്ച്ച് കിട്ടും. കായ്ച്ച് നിക്കണ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിന്റെ പൂക്കളാണെങ്കിൽ പൂടണ ടൈമിൽ നല്ല ഭംഗിയാണ് ഈ മരം പൂത്തിക്കണ കാണാനൊക്കെ. അപ്പൊ നഴ്സറികളിൽ നിന്നൊക്കെ നമുക്ക് ലിപ്പോട്ടയുടെ തൈ മേടിക്കാൻ കിട്ടും. ഞാനിവിടെ ഒരു ചെറിയ പ്ലാന്റ്, കുരുമുളപ്പിച്ച പ്ലാന്റ് തന്നെയാണ് നട്ടത് കേട്ടാ. ബഡ് ചെയ്തതും ലെയർ ചെയ്ത പ്ലാന്റ് ഒന്നല്ല ലിപ്പോട്ട നട്ടത്. എന്നിട്ട് തന്നെ 2 വർഷം കഴിഞ്ഞപ്പോ കായ്ച്ച്. അപ്പം നമുക്ക് വലിയ പരിചരണം വേണ്ടാത്ത ഈ ഫ്രൂട്ട് എല്ലാവരും സ്ഥലമുള്ള ആളുകളൊക്കെ ഇതൊരെണ്ണം മേടിച്ച് നട്ടോ. നമുക്ക് ടെറസിൽ നടണവരുണ്ടിട്ട് ഇത് ഡ്രമ്മിലൊക്കെ നമുക്ക് നടാം. ലിപ്പോട്ട നമ്മുടെ ആവശ്യത്തിന് മാത്രം കായ്ച്ച് കിട്ടും. അപ്പൊ നമുക്കിത് പ്രൂൺ ചെയ്ത് നിർത്തുകയും ചെയ്യാം. ഇങ്ങനെ മരമൊക്കെ വിടുകയും വേണ്ട. അപ്പൊ ടെറസിലും നടാൻ പറ്റിയ ഒരു ഫ്രൂട്ട് തന്നെയാണ്. നമുക്ക് തൈകളൊക്കെ മേടിക്കാൻ കിട്ടും. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.